സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. വീരോചിതമായി നമുക്ക് ജീവിക്കണമെങ്കിൽ, വീരോചിതമായ ക്രിസ്തീയ ജീവിതം നമുക്ക് നടത്തണമെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാകണം. ഒരുപാട് മിഷണറിമാരുടെ അനുഭവങ്ങളും സംഭവങ്ങളും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കണം. നാളുകൾക്ക് മുമ്പ് ബംഗാളി, മറാത്തി, തെലുങ്ക് ഭാഷകളിലേക്ക് സത്യവേദ പുസ്തകം പുതിയ നിയമം ട്രാൻസ്ലേറ്റ് ചെയ്തത് സെറാംപൂർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള വിദ്യാകേന്ദ്രങ്ങൾ സ്ഥാപിച്ച വില്യം ക്യാരി എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. ലണ്ടനിലെ UK-യിലെ സൗത്താംപ്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നെയ്ത്ത് തൊഴിലാളിയുടെ മകനായിട്ടാണ് വില്യം ക്യാരി ജനിക്കുന്നത്. 14-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. കുടുംബത്തിലെ ദാരിദ്ര്യമുള്ളത് കൊണ്ട്. പിതാവ് മരിച്ചു, മാതാവ് മരിച്ചു. അങ്ങനെ ആരാലും നോക്കുവാൻ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരു ചെരുപ്പ് കുത്തിയുടെ കൂട്ടത്തിൽ ജോലിക്ക് വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജോൺ വാർ എന്ന് പറയുന്നുള്ള ഒരു മനുഷ്യനാണ് ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്. ജോൺ വാർ എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനെ ഒരുപാട് സ്നേഹിക്കുകയും സുവിശേഷത്തെ ഒരുപാട് വിശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. ജോൺ വാർ അദ്ദേഹത്തെ ഞായറാഴ്ച ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ കൊണ്ടുപോകുമായിരുന്നു. പ്രാർത്ഥനാ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഒരു ദിവസം അവരുടെ പ്രാർത്ഥനയ്ക്ക് മധ്യേ ബൈബിൾ എടുത്ത് തുറന്ന് വ്യാഖ്യാനിച്ച ആൾ വ്യാഖ്യാനിച്ചത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനമാണ്. വചനം ഇങ്ങനെയാണ്: അവമാനം സഹിച്ചും ക്രിസ്തുവിന് വേണ്ടി നമുക്ക് പോകാം. അവമാനം സഹിച്ചും ക്രിസ്തുവിന് വേണ്ടി നമുക്ക് പോകാം. ഇത് വായിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വേദനകൾ സഹിച്ചും നമുക്ക് യേശുവിന് വേണ്ടി പോകണമെന്ന് സുവിശേഷം വ്യാഖ്യാനിച്ച ആൾ വ്യാഖ്യാനിക്കാനായിട്ട് തുടങ്ങി. ഇത് കേട്ട ഉടനെ തന്നെ വില്യം ക്യാരി ചിന്തിച്ചു, എന്നെക്കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. എനിക്കും അവമാനം സഹിച്ച് യേശുവിന് വേണ്ടി പോകണം. അവൻ ആലോചിച്ചപ്പോൾ ചെരുപ്പ് കുത്തുന്ന സമയം കഴിഞ്ഞ് വൈകുന്നേര സമയങ്ങളിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. യേശുവിനെ അറിയാത്ത ഒരുപാട് ദേശങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും ജാതീയ വ്യവസ്ഥകൾ, റേസിസവും കാസ്റ്റ് സിസ്റ്റവും വളരെ പോപ്പുലറായ രാജ്യങ്ങളെക്കുറിച്ചും ദേശങ്ങളെക്കുറിച്ചും അവൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ, അവമാനം സഹിച്ചും ജാതീയ രാജ്യങ്ങളിലേക്ക് പോകുവാൻ നീ എന്നെ അനുവദിക്കണമേ എന്ന്. പല പ്രാവശ്യവും അവനത് പ്രാർത്ഥിച്ചു. എല്ലാ ഞായറാഴ്ചയും ഇതുപോലെ തന്നെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുന്നുണ്ട്. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ബൈബിൾ വ്യാഖ്യാനിക്കേണ്ട ആൾ, വചന ശുശ്രൂഷ നടത്തേണ്ട ആൾ അവിടെ നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് വില്യം ക്യാരോട് ചോദിച്ചു,
താങ്കളൊരു ചെറുപ്പക്കാരനാണല്ലോ, 20-21 വയസ്സ് പ്രായം. നീ ഒരുപാട് യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിന്റെ പ്രാർത്ഥന കണ്ടു കഴിഞ്ഞപ്പോൾ, നിന്റെ വർഷിപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ നിനക്ക് ഇന്ന് സുവിശേഷം വ്യാഖ്യാനിക്കാവോ? അവൻ പറഞ്ഞു, ഞാൻ സുവിശേഷം വ്യാഖ്യാനിക്കാം. അന്ന് അവൻ സമ്പൂർണ്ണ ബൈബിൾ എടുത്തു. അവൻ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നു. ബൈബിൾ തുറന്നപ്പോൾ അവന് കിട്ടിയത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാമത്തെ അധ്യായം 2-3 തിരുവചനങ്ങളാണ്. നിന്റെ കൂടാരം വിശാലമാക്കുക, നിന്റെ കയറുകൾ നീട്ടുക, നിന്റെ കുറ്റികൾ ഉറപ്പിക്കുക, അത് നീ ഇടത്തോട്ടും വലത്തോട്ടും നീട്ടി ഉറപ്പിക്കുക. നിന്റെ സന്തതികൾ ഈ രാജ്യങ്ങളും ദേശങ്ങളും കൈക്കലാക്കും. വിജനമായ നഗരങ്ങളിൽ നീ ജനങ്ങളെ കൊണ്ടുവന്ന് പാർപ്പിക്കും. ഈ വചനഭാഗമാണ് ഇവന് കിട്ടിയത്. ഈ വചനഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് അവൻ പറയാൻ തുടങ്ങി, യേശുവിന് വേണ്ടി വലിയ സ്വപ്നങ്ങൾ കാണണം, യേശുവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണം. ഇവൻ പറഞ്ഞു, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹം ഇതാണ്, ജാതീയ രാജ്യങ്ങളിൽ പോയി എനിക്ക് യേശുവിനെ കൊടുക്കണം. നിങ്ങളും അതുപോലെ ചെയ്യണം. യേശുവിന് വേണ്ടി, നമ്മുടെ വലിയ യേശുവിന് വേണ്ടി വലിയ കാര്യങ്ങൾ കാണണം, വലിയ സ്വപ്നങ്ങൾ കാണണം. ഇവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബംഗാളി വന്ന ഒരു ഡോക്ടറെയാണ് അവനെന്ന് പരിചയപ്പെട്ടത്. ആ ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി തന്നെ അവൻ പോയി വലിയ ഭൂപടങ്ങൾ മേടിച്ച് അവൻ ഇരിക്കുന്ന മുറിയുടെ 3 ഭിത്തിയിലും അവൻ പതിപ്പിച്ചു വെച്ചു. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ജാതീയ രാജ്യങ്ങളിലേക്ക് എന്നെ പറഞ്ഞു വിടണമേ. ഇതിനിടയിലാണ് ഇവൻ ഡൊറേത്തി എന്ന് പറയുന്നൊരു പെൺകുട്ടി വിവാഹം ചെയ്തു. അവളിൽ നിന്നൊരു കുഞ്ഞും ജനിച്ചു. പ്രാർത്ഥിക്കുന്നു, ഇവൻ ഒരുങ്ങുന്നു. നാളുകൾ ഒരുങ്ങിയപ്പോഴത്തേനും ഇവൻ അവിടെ തന്നെ ഒരു കൊച്ചു കുടിൽ പണിയാനും ജീവിതമാർഗം ഒരുവിധം കൊണ്ടുപോകാനുമുള്ള സാഹചര്യങ്ങളുണ്ടായി. ഭാര്യ ഡൊറേത്തിയോട് ഇവൻ പറഞ്ഞു, ഇതാ നമുക്ക് ബംഗാളിൽ പോയി യേശുവിനെ കൊടുക്കണം. കാരണം എല്ലാ ദിവസവും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും ഈ ഭൂപടത്തിൽ കരങ്ങൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നല്ലോ. ദൈവമേ, അവമാനം സഹിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി പോകുവാൻ എന്നെ അനുവദിക്കണമേ എന്ന്. ജാതീയ രാജ്യങ്ങളിൽ പോയി യേശുവിനെ കൊടുക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്ന്. അതുകൊണ്ട് ഇതാ അവിടെ പോകണം. വെസ്റ്റ് ബംഗാളിൽ പോകാമെങ്കിൽ അതിന് സാധിക്കുമെന്ന് ഉറപ്പുണ്ട് എന്ന് എൻ്റെ സഹോദരനായ ഒരു ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു. ഡൊറേത്തി പറഞ്ഞു, ഒരു വിധത്തിലും പറ്റില്ല. കാരണം മകൻ്റെ വിദ്യാഭ്യാസം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അന്നവന് 4 വയസ്സ് പ്രായം. ഇങ്ങേര് ഇവിടുത്തെ സഭയിൽ വളരെ പോപ്പുലറാണ്. ഇവിടുത്തെ ലോക്കലായ ജനങ്ങളെല്ലാവരും നിന്നെ അറിയും. ഒരുപാട് പേര് നിൻ്റെ കൂട്ടത്തിലുണ്ട്. നിൻ്റെ വചന ശുശ്രൂഷയിൽ പങ്കുപറ്റാൻ ധാരാളം ആളുകളുണ്ട്. നിന്നെ എല്ലാവരും അഭിമാനത്തിൻ്റെ ബിംബമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നീ എന്തിനു വേണ്ടിയിട്ടാണ് നീ അവിടേക്ക് പോകേണ്ടത്? ഒരു വിധത്തിൽ പോകേണ്ട ആവശ്യമില്ല സഹോദരങ്ങളെ. പക്ഷെ അവന് ദൈവം കൊടുത്ത ബോധ്യം അവൻ സൂക്ഷിച്ചു. ഭാര്യ ഡൊറേത്തിയെയും സഭാംഗങ്ങളെയും തൻ്റെ കൊച്ചുമകനെയും അത് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവൻ ബംഗാളിലേക്ക് യാത്ര തിരിച്ചു. ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയം, വിപരീതമായ സാഹചര്യങ്ങളിലൂടെയാണ് യാത്ര. വളരെ വിപരീതമായ സാഹചര്യങ്ങളിലൂടെ ബംഗാളിൽ ചെന്നവൻ പെട്ടു. അവൻ അവിടെ എത്തി. അവിടെയും ജീവിക്കാൻ മാർഗമില്ല. അവൻ ചെരുപ്പുകുത്തിയായിട്ടാണ് ഈ സായിപ്പ് ജീവിക്കുന്നത്. ചെരുപ്പുകുത്തിയായിട്ട് ജീവിക്കുകയാണ്. ഏതാനും നാളുകൾ ജീവിച്ചു. ഇതാ അവനൊരു കൊച്ചു വീടുണ്ടാക്കാനുള്ള അവസരം കിട്ടി. കിട്ടുന്ന റൊട്ടിയൊക്കെ കഴിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വീട് പണിത് ഏതാനും ദിവസങ്ങൾ അവൻ കുറച്ചു പേരെ കൂട്ടി ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ട്രെയിനിങ് കൊടുക്കാം എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയമായപ്പോഴത്തേനുമാണ് അവിടെ വലിയൊരു ഭൂചലനം ഉണ്ടായി, ഭൂമികുലുക്കം ഉണ്ടായി. അവനുണ്ടായിരുന്ന കൊച്ചു കുടിൽ മുഴുവൻ നഷ്ടമായി. ബംഗാളിൽ അന്ന് ഗവൺമെൻറ് പതിപ്പിച്ചു കൊടുക്കുന്ന ചതുപ്പ് നിലം, ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ചതുപ്പ് നിലം പതിപ്പിച്ചു കൊടുക്കുക പതിവായിരുന്നു. പതിപ്പിച്ചു കൊടുത്ത ഒരു ചതുപ്പ് നിലത്തിൽ ഒരു കൊച്ചു കുടിൽ പണിതു. അവിടെ വെച്ച് വീണ്ടും പ്രാർത്ഥനയായി മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്ന സമയത്താണ് അന്ന് 5 വയസ്സായ മകന്, 5 വയസ്സായ തൻ്റെ ഏകപ്പെട്ട മകന് പനി പിടിച്ചു. ശുശ്രൂഷിക്കാൻ അവസരമില്ല. കാരണം ഇംഗ്ലീഷുകാരായ ഡോക്ടേഴ്സോ നഴ്സസോ അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് ചികിത്സാ സൗകര്യങ്ങൾ ആ ദേശത്ത് അന്ന് കിട്ടുമായിരുന്നുള്ളൂ. അവിടേക്ക് പോകാനുള്ള വഴി ഇവർക്കില്ല. അതുകൊണ്ട് ഏറെ വിഷമിച്ചു. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. മകനിൽ സൗഖ്യം ഇറങ്ങി വരുന്നില്ലെന്ന് മാത്രമല്ല, ദിനംതോറും നോക്കുമ്പോൾ മകൻ്റെ പനി മൂർച്ഛിച്ചു വരുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ ഇതാ തന്നോട് കൂടെ കിടന്ന മകൻ ജീവച്ഛവമായി കിടക്കുന്നു, മരിച്ചു പോയിരിക്കുന്നു.
ഇവരേറെ വിഷമിച്ചു, അവരേറെ സങ്കടപ്പെട്ടു, ദൈവത്തോട് ഏറെ ആവലാതിപ്പെട്ടു. എന്നാൽ 24 മണിക്കൂറിലധികം അങ്ങനെ ഒരു ബോഡി സൂക്ഷിക്കാൻ സാധ്യമല്ലല്ലോ. സ്വന്തം മകൻ അടക്കം ചെയ്യണം. അടക്കം ചെയ്യാൻ വേണ്ടി എവിടെ പറ്റും? കാരണം ഗവൺമെൻറ് പതിപ്പിച്ചു കൊടുത്തിരിക്കുന്ന മുഴുവൻ സ്ഥലവും ഉപയോഗിച്ചുകൊണ്ടാണ് ആ കുടിൽ പണിതിരിക്കുന്നത്. അവിടെ അവൻ അടക്കാൻ ഒരു വഴിയില്ല. അപ്പോൾ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഇരുട്ടിൻ്റെ മറയിൽ തൂമ്പയുമായിട്ട് പോവുകയാണ് ആ കൊച്ചു ഭൂപ്രദേശത്തിൻ്റെ ഭാഗത്തേക്ക്, മതിലിൻ്റെ ചേർന്നുള്ള മുള്ള് കൊണ്ട് കെട്ടിയിരിക്കുന്ന അതിൻ്റെ അടുത്തേക്ക്. അവിടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേനും ഇതാ ഒരു ഹൈന്ദവ സഹോദരൻ, ഒരു മുസ്ലിം സഹോദരൻ അതിലൂടെ പോയി. അവർ പറഞ്ഞു, ഇവിടെ അടക്കം ചെയ്യാൻ പാടില്ല. കാരണം അടക്കം ചെയ്തു കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളത് ഭൂതമായിട്ട് തിരിച്ചു വരും, ഞങ്ങളത് ശല്യപ്പെടുത്തും. അതുകൊണ്ട് ഇവിടെ അടക്കം ചെയ്യാൻ പറ്റില്ല. അടക്കം ചെയ്യാൻ വെച്ചിരുന്ന ബോഡി വീണ്ടും അവൻ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു വഴിയുമില്ല. ഭാര്യ വാവിട്ട് കരയുന്നു. സഹോദരങ്ങൾ, ഏതാനും സമയം കൂടി കഴിഞ്ഞു. എല്ലാവരും പോയി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും തൂമ്പയെടുത്ത് വീടിൻ്റെ തൊട്ട് മുമ്പിൽ അവൻ കിളയ്ക്കാനായിട്ട് തുടങ്ങി, കുഴിയുണ്ടാക്കാനായിട്ട് തുടങ്ങി. കുഴിയുണ്ടാക്കുന്ന നേരത്ത് 2 ഹൈന്ദവ സഹോദരങ്ങൾ അതിലൂടെ നടന്നു പോകുന്നു. അവർ പറഞ്ഞു, എങ്ങനെ താങ്കൾക്ക് മരിച്ച കുഞ്ഞിനെ, സ്വന്തം കുഞ്ഞിനെ മാറിൽ നിന്ന് പറിച്ച് അവിടെ അടക്കം ചെയ്യാനായിട്ട് കഴിയും? ഞങ്ങൾ വന്ന് സഹായിക്കാം. അവർ 2 പേരും വന്ന് സഹായിച്ചു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഹിന്ദിയിലും മറാത്തിയിലും തെലുങ്കിലും ആദ്യമായി സത്യവേദ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സഹായിച്ചത് വില്യം ക്യാരിയോടൊപ്പം ഈ 2 ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു. സഹോദരങ്ങളെ ഈ കുഞ്ഞിനടക്കം ചെയ്തു. വീട്ടിലേക്ക് മടങ്ങി വന്ന് വീട്ടിലിരിക്കുകയാണ് ഭാര്യയുടെ ഉറത്തിയും ഒരുമിച്ചുകൊണ്ട് ഇരിക്കുന്ന. 2 ദിവസം കഴിഞ്ഞു. വേദനകളെല്ലാം ഒടുക്കിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോയേ മതിയാകും. ബൈബിൾ ട്രാൻസ്ലേഷൻ കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകും. എന്നാൽ ഒരു ദിവസം നോക്കുമ്പോൾ ഭാര്യയുടെ ഉറയത്തേക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്, മാനസിക രോഗം വന്നിരിക്കുകയാണ്. മാനസിക രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുഞ്ഞു മരിച്ചു തന്നെയാണ്. കാരണം ബംഗാളിൽ ഒരുപാട് കൊതുക് മൂലം ഒരുപാട് രോഗങ്ങൾ പടരുന്ന സമയം, പകർച്ചവ്യാധികൾ പടരുന്ന സമയമായിരുന്നു അത്. ഭാര്യയുടെ ഉറയത്തെ അവരുടെ ബോഡി എല്ലാ വിധത്തിലും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. കൂട്ടത്തിൽ കുഞ്ഞിൻ്റെയും ശ്രമിച്ചു. പക്ഷേ കുഞ്ഞിൻ്റെ കൈമോശം വന്നല്ല. ഇത് ഓർത്തുകൊണ്ടാണ് ഭാര്യ കരയുന്നത്. അതിനിടയിൽ പറയും, ദൈവത്തിൻ്റെ പേര് പറഞ്ഞു വന്നതാണ്. ഒരുപാട് സഭാ ശുശ്രൂഷയിൽ ധാരാളമായി UK സർവീസ് നടത്തിക്കൊണ്ടിരുന്നതാണ്. ഈ ദേശത്ത് വന്ന്, ഈ നശിക്കപ്പെട്ട ദേശത്ത് വന്നുകൊണ്ടല്ലേ നമുക്കിതൊക്കെ സംഭവിച്ചത്. ഇത് പറഞ്ഞ് സങ്കടങ്ങൾ രാവും പകലും പറയും. അങ്ങനെ പറഞ്ഞ് നിരാശ മാനസിക രോഗത്തിന് വഴിമാറി. ഇങ്ങനെ മാനസിക രോഗം വന്നു കഴിഞ്ഞപ്പോൾ പിടിച്ചു നിർത്താൻ യാതൊരു വഴിയുമില്ല. വയലൻ്റ് ആവുകയാണ് ഭാര്യ. നിങ്ങൾക്കറിയാവോ, മറാത്തി ഭാഷയിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സഹോദരി ഒരുപാട് വയലൻ്റായി ഇയാളെ 3 പ്രാവശ്യം കൊല്ലാൻ പോലും ശ്രമിച്ചു. ബോധമില്ലാതിരുന്നിട്ടാണ്. അതുകൊണ്ട് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഈ ഭാര്യയെ കയറിൽ കെട്ടിയിട്ടു. ഈ ഭാര്യയെ കയറിൽ കെട്ടിയിട്ടുകൊണ്ടാണ് മറാത്തി ഭാഷയുടെ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ട്രാൻസ്ലേഷൻ്റെ ഓരോ വരികളും എഴുതി ചേർക്കുന്നത്. അത് കഴിഞ്ഞ് ചില സമയത്ത് ചെല്ലും, കെട്ടുകൾ അഴിക്കും, ഭക്ഷണം കൊടുക്കും, വീണ്ടും അവളെ കെട്ടിയിടും. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. ഒരു ദിവസം നോക്കുമ്പോൾ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഭാര്യ ഡൊറയത്തി മരിച്ചു കിടക്കുന്നു. ഇയാളുടെ ഹൃദയം തകർന്നു. ഇയാളും ചോദിക്കാൻ തുടങ്ങി, കാര്യം ശരിയാണ് കർത്താവേ, അവമാനം സഹിച്ചും സുവിശേഷത്തിന് വേണ്ടി പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ ഇടനെഞ്ചിൽ നിന്ന് എൻ്റെ മകൻ എടുക്കപ്പെട്ടു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഭാര്യ നഷ്ടമായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചതല്ലേ? നിന്റെ നാമത്തിൽ ഞാൻ ഇറങ്ങി തിരിച്ചതല്ലേ? നിന്റെ വചനം ജലത്തിൽ സംലഭ്യമാകാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചതല്ലേ? എന്തേ ഇങ്ങനെ സംഭവിക്കുന്നു? വിഷമങ്ങൾ മാറ്റാൻ തനിയെ മാത്രമായതുകൊണ്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി എന്ന വണ്ണം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയി. അതിനു മുമ്പ് ഭാര്യയെ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാര്യയുടെ അടക്കവും കഴിഞ്ഞ് അദ്ദേഹം മുമ്പിലേക്ക് നടന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കൊച്ചു കടയിൽ ചെന്നു. അവിടെ ചായയെല്ലാം കുടിച്ച് ശാന്തമായിട്ട് എന്ന വണ്ണം മടങ്ങി വരുന്ന നേരത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച, ഏതോ മത തീവ്രവാദികൾ വന്ന് അദ്ദേഹത്തിൻ്റെ വീടിന് തീയിട്ടു. ശവമണ്ഡപങ്ങൾ സ്ഥിതി ചെയ്യുന്ന മകൻ്റെയും ഭാര്യയുടെ ഉറയത്തിയുടെയും കുഴിമാടങ്ങൾ ഉൾക്കൊള്ളുന്ന ആ വീടും പരിസരവും തീയിട്ടു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ട്രെയിൻ ചെയ്ത് ഭാഷ പഠിച്ച് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട മാനുസ്ക്രിപ്റ്റുകൾ ഉൾപ്പെടെ, പ്രതികൾ ഉൾപ്പെടെയുള്ള ആ ഭവനത്തിന് തീ പിടിച്ചു. ഈ മനുഷ്യൻ തകരാൻ തുടങ്ങി. ഇയാൾ വിഷമിക്കാൻ തുടങ്ങി. ഇയാൾ പറഞ്ഞു, ദൈവമേ,
ഈ കാലം അത്രയും ഞാൻ അധ്വാനിച്ചതിന് വേണ്ടിയിട്ടായിരുന്നു. ഇത് രൂപപ്പെടുന്ന സമയത്താണ് എൻ്റെ മകൻ നഷ്ടമായത്, എൻ്റെ ഭാര്യ നഷ്ടമായത്. ഇപ്പോൾ ഇതാ ആദ്യ പ്രതികൾ പോലും എനിക്ക് നഷ്ടമായല്ലോ, കൈയെഴുത്ത് പ്രതി പോലും നഷ്ടമായല്ലോ. സഹോദരങ്ങളെ, ഇതോടുകൂടി സുവിശേഷ ശുശ്രൂഷ ഇയാളുടെ തീർന്നുവെന്ന് ഇയാൾക്കെതിരെ ചിന്തിച്ചവർ കരുതി. പക്ഷേ ഇയാൾ അവിടെ തന്നെ ആ തീ കത്തിച്ച് ചാമ്പലായ അതേ മണ്ണിൽ തന്നെ വീണ്ടും 4 കാലുകൾ കുഴിച്ചുകൊണ്ട് കൊച്ചു കുടിലിന് വീണ്ടും രൂപം കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, എങ്ങനെ ഇയാൾക്കത് ചെയ്യാൻ കഴിയുന്നു? സ്വന്തം ഭാര്യയെ കെട്ടിയിട്ട് പോലും, സ്വന്തം മകൻ നഷ്ടമായിട്ട് പോലും യേശുവിന് വേണ്ടി ജീവിക്കാൻ കഴിയുന്നതിന് കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, അയാൾക്കറിയാം സ്വർഗഭവനമുണ്ട്. സ്വർഗഭവനമുണ്ട്. സ്വർഗം എന്ന് പറയുന്ന ഒരു ഭവനം എനിക്കില്ലെങ്കിൽ ഞാൻ ഈ അധ്വാനം എന്തിനു വേണ്ടി ചെയ്യണം? ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13:14 വചനം ഇങ്ങനെയാണ്: ഇതാ നിത്യമായി നിൽക്കുന്ന നഗരം ഒന്നു മാത്രമാണല്ലോ, ആ നഗരത്തെയാണല്ലോ നാം കാത്ത് കാത്ത് പാർത്തിരിക്കുന്നത്. ആ നിത്യമായ നഗരത്തെയാണല്ലോ നമ്മൾ കാത്ത് പാർത്തിരിക്കുന്നത്. നമ്മുടെ കഷ്ടതകൾക്ക് അർത്ഥമുണ്ട് സഹോദരങ്ങളെ. വേദനകൾ മറച്ചു പിടിച്ചും യേശുവിന് വേണ്ടി നമ്മൾ ജീവിക്കണം. സഹനങ്ങൾ മറച്ചു പിടിച്ചും യേശുവിന് വേണ്ടി നമ്മൾ ജീവിക്കണം. ഒരു പക്ഷേ ദൈവ ശുശ്രൂഷകരായ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് സങ്കടങ്ങൾക്ക് അവധി ലഭിക്കാത്ത ദിവസങ്ങളുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ജനങ്ങളുടെ മുമ്പിൽ ചിരിച്ച് കാണിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. നമ്മളുടെ കരച്ചിൽ ചിരിയായി മാറുന്നൊരു സ്വർഗം നമുക്കുണ്ട്. നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്ന സമയത്തും ഒരാളോട് നമ്മൾ പരാതി പറയാതെ, ഒരാളുടെ അടുത്തും വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാതെ, എന്തുകൊണ്ട് ദാരിദ്ര്യം ഉണ്ടാകുന്നു എന്നതിൻ്റെ കാരണം തേടി പൂർവ്വപിതാക്കന്മാരുടെ ശാപമായി അതിനെ വിധി എഴുതി മാറാതെ അതിൻ്റെ ഭാരം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാൻ നമുക്ക് പറ്റുമോ? സ്വർഗം നമ്മുടെ സ്വന്തമാണ്. വളരെ ഉയർത്തി പറഞ്ഞേന് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് വേണ്ടി ജീവിക്കാൻ, യേശുവിന് വേണ്ടി മരിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുന്നത് ഈ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ഇതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം, യേശു ബെത്സയിദായിൽ ലാസറിൻ്റെ വീട്ടിലേക്ക്, മർത്തായുടെയും മറിയത്തിൻ്റെയും വീട്ടിലേക്ക് ചെല്ലുന്ന നേരത്ത്, പോകാൻ ഒരുങ്ങുന്ന സമയത്ത്, അതുവഴി അവൻ പോകുന്നത് ജെറുസലേമിലാണ്. കാരണം യേശുവിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് നടത്തുന്ന അത്ഭുതമാണ് ലാസറിനെ ഉയർപ്പിക്കുന്ന അത്ഭുതം. അതിനുശേഷം ആ അത്ഭുതങ്ങൾ അവൻ്റെ പരസ്യജീവിത കാലത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. അവൻ മരിക്കുമെന്ന് ഉറപ്പാണ്. മരിക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് എല്ലാവരും പറഞ്ഞു, ഇനി അങ്ങോട്ട് പോകരുത്, ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. എന്നാൽ അപ്പസ്തോലരിൽ വിശ്വാസത്തിന് വേണ്ടി ഒരുപക്ഷെ ആദ്യമേ നിലകൊണ്ട, വിശ്വാസത്തിന് വേണ്ടി അതേസമയം സംശയിക്കുകയും ചെയ്ത തോമാസ് അപ്പസ്തോലൻ ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, ഇതാ നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം, നമുക്ക് അവനോട് കൂടെ പോയി മരിക്കാം. തീർച്ചയായും മരണത്തിൻ്റെ അങ്ങേ അറ്റത്ത് ഉയർപ്പ് ഉണ്ട് എന്ന് ബോധ്യമില്ലാത്തവന് അതിനുവേണ്ടി മരിക്കുക സാധ്യമല്ല. പരീക്ഷകൾക്ക് ശേഷം ഒരു വിജയം ഉണ്ട് എന്ന് കരുതുന്ന ഒരു കുഞ്ഞിനെ രാത്രി പകലായി അധ്വാനിക്കാൻ കഴിയൂ. സ്വരം നഷ്ടപ്പെട്ടാലും അപ്പുറത്ത് സ്വരം നൽകുന്ന ഒരു കർത്താവുണ്ടെന്ന് അറിയുന്നവനെ സ്വരം നഷ്ടമാക്കിയും യേശുവിന് വേണ്ടി നിലകൊള്ളാൻ കഴിയൂ. സങ്കടങ്ങൾക്ക് അവധി കൊടുക്കാതെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും സങ്കടങ്ങളില്ലാത്ത ഒരു നഗരത്തെ പാർത്തിരിക്കുന്നവനെ ഏതൊരു സങ്കടത്തെയും ഹൃദയത്തിൽ ഒരുക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിലകൊള്ളാൻ കഴിയൂ. പൗലോസ് അപ്പസ്തോലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം, 6-ാമത്തെ തിരുവചനത്തിലും 8-ാമത്തെ തിരുവചനത്തിലും അവൻ ആവർത്തിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. സത്യത്തിൽ നമുക്കറിയാം, പേടി വരുന്ന നേരത്താണ് ധൈര്യമുണ്ട് ധൈര്യമുണ്ട് നമ്മൾ കൂടുതൽ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. എന്തിനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ധൈര്യം? ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല. വി ആർ ലിവിങ് നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്. ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. 2 കൊരിന്ത്യർ 4 അവസാന വാചകം എങ്ങനെയാണ്? ദൃശ്യമായതിലല്ല ഞങ്ങൾ കണ്ണുകൾ വെക്കുന്നത്, അദൃശ്യമായതിലാണ് ഞങ്ങൾ കണ്ണ് വെക്കുന്നത്. ദൃശ്യമായതെല്ലാം കടന്നു പോകുമല്ലോ, അദൃശ്യമായതാണല്ലോ അനശ്വരമായി നിലകൊള്ളുന്നത്.
സഹോദരങ്ങളെ, സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാമെങ്കിൽ നമ്മുടെ ഏതൊരു കഷ്ടതകൾക്കും അർത്ഥമുണ്ടാകും, ഏതൊരു വേദനകൾക്കും അർത്ഥമുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ഏറെ വേദനിക്കാനായിട്ട് തുടങ്ങും. ഒരു നിമിഷം ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ, നമ്മുടെ കഷ്ടതകളെ നമുക്ക് ഗാനമാക്കി മാറ്റണം, വേദനകളെ നമുക്ക് ഗാനമാക്കി മാറ്റണം, ഇതെല്ലാം പ്രാർത്ഥനയാക്കി മാറ്റണം. എല്ലാ വിഷമങ്ങളും പങ്കുവെച്ച് നമ്മൾ ആശ്വാസം സ്വീകരിക്കരുത്. എല്ലാ ദുഃഖങ്ങളും പങ്കുവെക്കാനുള്ളതല്ല, അത് കാഴ്ചയായി അർപ്പിക്കാനുള്ളതാണ്. കണ്ണുകളടച്ചുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നുള്ള കഷ്ടതകളെല്ലാം നിസ്സാരമാണ് എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നുള്ള കഷ്ടതകൾ നിസ്സാരമാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് നീ കൃപ ചെയ്യണമേ. ഏതൊരു കുരിശിനെയും സ്വർഗത്തെ നോക്കി ഏറ്റെടുക്കുവാൻ, സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വീരോചിതമായൊരു ജീവിതം നയിക്കുവാൻ കർത്താവേ നീ ഞങ്ങൾക്ക് തരണമേ. അതിനുള്ള അവസരം നീ ഞങ്ങൾക്ക് തരണമേ. പലപ്പോഴും ഞങ്ങൾക്കതിന് കഴിയുന്നില്ല കർത്താവേ. കഷ്ടത മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഷ്ടപ്പെടുന്നവരാണ് ഞങ്ങളിൽ പലരും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയാണ് ഞങ്ങൾ പലപ്പോഴും കണ്ടുമുട്ടുന്നത്. എങ്ങനെ ജോൺ വാറിനെ പോലുള്ള, വില്യം കാരിയെ പോലുള്ള, തോമസ് ലിഹായെ പോലുള്ള, സാധു സുന്ദർ സിംഗിനെ പോലുള്ള, റാണി മരിയെ പോലുള്ള ഒരുപാട് വിശുദ്ധാത്മാക്കൾക്ക് അവരുടെ കഷ്ടതകളെല്ലാം സമർപ്പിച്ച് വിരോചിതമായ ജീവിതം നയിക്കാൻ കഴിഞ്ഞു. വിരോചിതമായ യേശുവിന് വേണ്ടി എങ്ങനെ അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞു? അവർ എന്ത് കണ്ടാണ് അവർ ഓടിയത് കർത്താവേ? എന്ത് നേടാൻ വേണ്ടിയിട്ടാണ് അവർ നഷ്ടമാക്കിയത്? വെറുതെ അവർ നഷ്ടമാക്കിയതല്ല, അവർ എന്തോ കണ്ടിട്ടുണ്ട്, എന്തോ കണ്ടിട്ടുണ്ട്. ഒരു കർഷകൻ കിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ നിധി കണ്ടെത്തുന്നത്. അവൻ പറഞ്ഞു, അതിൻ്റെ മുതലാളിയുടെ അടുത്ത് ചെന്നുകൊണ്ട്, യജമാനൻ്റെ അടുത്ത് ചെന്നുകൊണ്ട്, യജമാന, എനിക്ക് ഒരു കാര്യം ചെയ്തു തന്നാൽ മതി. ഈ ഭൂമിയുടെ 1 സെന്റ് മണ്ണ് എനിക്ക് തരാവോ? എൻ്റെ വീട്ടിലെ ഇതാ 100 ഏക്കർ ഭൂമി ഞാൻ തരാം. യജമാനൻ ചോദിച്ചു, മോനെ, ഈ 100 ഏക്കറും ഈ 1 സെന്റുമായി തുലനം ചെയ്യുമ്പോൾ വില കൊണ്ട് ഒരു വിധത്തിൽ ഒക്കുന്നില്ലല്ലോ. ഈ 1 സെന്റിന് അധികം കാശൊന്നുമില്ലല്ലോ. എന്നാൽ ഈ കൃഷിക്കാരൻ പറഞ്ഞു, കിളക്കുന്നവൻ പറഞ്ഞു, പ്രഭുവേ, എനിക്ക് 1 സെന്റ് മതി. ഈ 1 സെന്റ് മതി. കാരണം ആ മണ്ണെടുക്കുന്ന സമയത്ത് തടഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അവന് കൃത്യമായി അറിയാം. കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്ന് അവനറിയാം. ആ കുഴിയിൽ എന്താണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് അവനറിയാം. ഇതാ, നിത്യമായ സ്വർഗം കാണുന്ന ഏതൊരു മനുഷ്യനും അവരുടെ ഏതൊരു പീഠകളെയും സഹിക്കാനുള്ള അവസരമുണ്ട്. അതിനുള്ള ബലമുണ്ട് സഹോദരങ്ങളെ, അതിനുള്ള ശക്തിയുണ്ട് സഹോദരങ്ങളെ.